സംസ്ഥാനത്ത് മൺസൂൺ മഴ കാര്യമായി ഇല്ലാത്തതിനാൽ വേനൽക്കാലത്ത് കൊടും ചൂട് നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാണ്. ഡാമുകളിൽ ആവശ്യത്തിന് വെള്ളമില്ലാതെ വരുന്നതോടെ വേനൽക്കാലത്തെ കടുത്ത വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. വൈദ്യുതി കൂടുതലായി ഉപയോഗിക്കുന്നതോടെ വൈദ്യുതി ബില്ലിന്റെ കാര്യത്തിലും തീരുമാനമാകും. ഉയർന്ന വൈദ്യുതി ബില്ലിൽ നിന്ന് ആശ്വാസം നേടാൻ വീടുകളിൽ സോളാർ ഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരും ഇപ്പോൾ കുറവല്ല. PM സൂര്യഘർ പദ്ധതിയിലൂടെ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് പ്രതിമാസം 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി ലഭ്യമാക്കാം. ഇതിനായി ഔദ്യോഗിക പോർട്ടലായ PM സൂര്യഘർ വഴി രജിസ്റ്റർ ചെയ്ത് സബ്സിഡി നേടാനാവും. സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനായി കുറഞ്ഞ പലിശ നിരക്കിൽ ഈടില്ലാത്ത ബാങ്ക് വായ്പകളും ലഭിക്കും. മേൽക്കൂര സോളാർ പദ്ധതിക്ക് 78,000 രൂപ വരെ സബ്സിഡി ലഭിക്കുന്നുണ്ട്. എന്നാൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് ഈ തുക മതിയാവില്ല. ഇതിനായി ബാങ്ക് വായ്പ എടുക്കാം. പദ്ധതി വിജയിപ്പിക്കുന്നതിനായി സർക്കാർ തന്നെ ബാങ്കുകൾ വഴി നൽകി വരുന്ന പ്രത്യേക വായ്പാ സ്കീമുണ്ട്. പ്രതിമാസം 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതിയാണ് സോളാർ ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. ഇതിനായി 3 കിലോവാട്ട് ശേഷിയുള്ള പ്ലാന്റാണ് വേണ്ടത്. ഇത്തരമൊരു പ്ലാന്റിന് ഏകദേശം 2.5 ലക്ഷം രൂപ വരെ ചെലവ് വരും. 3 കിലോവാട്ട് മുതൽ മുകളിലേക്കുള്ള ഇൻസ്റ്റലേഷനുകൾക്ക് സർക്കാർ നൽകുന്ന പരമാവധി സബ്സിഡി തുക 78,000 രൂപയാണ്. SBI അടക്കമുള്ള ബാങ്കുകൾ എല്ലാം സോളാർ പാനൽ സ്ഥാപിക്കാൻ വായ്പകൾ നൽകും. ഇത്തരം വായ്പകൾ 5.5% പലിശ നിരക്ക് മുതൽ ലഭിക്കും. ഈ വായ്പയ്ക്ക് ഈടോ പ്രോസസിംഗ് ഫീസോ വേണ്ട. മാസം ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ യൂണിറ്റും KSEB ഗ്രിഡിലെത്തും. ഇതിൽ നിന്ന് ഉപയോഗം കുറച്ചുള്ള യൂണിറ്റ് സോളാർ അക്കൗണ്ടിൽ വരവ് വയ്ക്കും. ഇങ്ങനെ സൂക്ഷിക്കപ്പെടുന്ന യൂണിറ്റുകൾക്ക് സാമ്പത്തിക വർഷത്തിന്റെ അവസാനം KSEB പണവും നൽകും. ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി സംസ്ഥാനം, വൈദ്യുതി വിതരണ കമ്പനി, കൺസ്യൂമർ നമ്പർ എന്നിവ രജിസ്റ്റർ ചെയ്യുക. അപ്രൂവൽ ലഭിച്ചതിന് ശേഷം അംഗീകൃത വെൻഡർ വഴി സോളാർ പാനൽ സ്ഥാപിക്കണം. ഇൻസ്റ്റലേഷന് ശേഷം നെറ്റ് മീറ്ററിനായി അപേക്ഷിക്കുക. രേഖകൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. പരിശോധന പൂർത്തിയായാൽ സബ്സിഡി തുക നിങ്ങളുടെ അക്കൗണ്ടുകളിൽ എത്തും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.